അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, വളരെ ദുഃഖകരമായ ഒരു സംഭവം. കാരണം ഇന്ന് സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോഴൊക്കെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഈ സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെ നാശം ഇതാണ് എന്ന് മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു 5 കാര്യത്തെക്കുറിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഈ 5 കാര്യത്തെ എൻ്റെ ഉമ്മത്ത് ഹലാലാക്കിയാൽ അലൈഹിം ദിമാർ, അവർക്ക് നാശമാണ്, അവരുടെ വലിയ നാശമുണ്ടാകുമെന്നാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിം സമൂഹം വളരെ ആവേശത്തോടു കൂടി കണ്ടുകൊണ്ടിരിക്കുന്ന ചില ചാനലുകൾ നമ്മെ വേദനിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്കാണ്. മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 5 കാര്യത്തെ ഹലാലാക്കുന്ന ഒരു വിഭാഗമുണ്ടാകും. 5 കാര്യങ്ങളെ വിശദീകരിക്കുന്നില്ല. ഇന്ന് പ്രധാനപ്പെട്ട നമ്മുടെ സമൂഹത്തെ ഒരു നിസ്സാരമായി കാണുന്ന, മാത്രമല്ല ഇങ്ങനൊന്നും ഖുർആനിലില്ലെന്നും ഹദീസില്ലെന്നും ഇത് വെറുതെയാണെന്നും ഞാൻ ഖുർആൻ പഠിച്ച ആളാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ പരിശുദ്ധമായ ദീനിനെ മോശമായി കൊണ്ട് പറയുന്ന, നമ്മിപ്പോൾ അവരുടെ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾക്കൊക്കെ അറിയാം, സോഷ്യൽ മീഡിയയിൽ തുറന്നു നോക്കിയാൽ കാണുന്നതാണ്. ഇത് നമ്മുടെ സമൂഹത്തിനും സമുദായത്തിനും ആഫത്താണ്. ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ വരുമെന്ന് മുത്തായ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അർ-റിജാലു ബിർ-റിജാൽ വൻ-നിസാഉ ബിൻ-നിസാ. ആണ് ആണിനെയും പെണ്ണ് പെണ്ണിനെയും വിവാഹം കഴിക്കപ്പെടുന്ന ഒരു സമൂഹം അത് ഹലാലായി കാണുന്ന ഒരു രീതിയിൽ വരുമെന്നാണ്. നോക്കൂ, പത്രമാധ്യമങ്ങളിലൂടെ അതുപോലെ ചാനലിലൂടെയൊക്കെ നോക്കുമ്പോൾ ഇത്തര രീതിയിൽ വിവാഹം കഴിച്ചവർ, ആണ് ആണിനെയും പെണ്ണ് പെണ്ണിനെയും, ആണ് പെണ്ണ് വേഷം ധരിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ സംഭവം ആണാണ്, എന്നാൽ ആണ് ആണിനെയും പെണ്ണ് പെണ്ണിനെ വിവാഹം കഴിക്കുന്ന ഒരു അവസ്ഥ, അത് ഹലാലായി കാണുന്ന ഒരവസ്ഥ. അവർ തന്നെ ഞാൻ ഖുർആൻ പഠിച്ചവരാണ്, ഞാൻ പഠിച്ച ഖുർആനിൽ അങ്ങനൊന്നുമില്ല, ഞാൻ പഠിച്ച ദീനിൽ അങ്ങനൊന്നുമില്ല, അത് ഹലാലാണ്, അള്ളാഹ്ക്ക് അതിലൊന്നും യാതൊരു പ്രശ്നമില്ല എന്ന രീതിയിൽ ഹലാലാക്കുന്ന രീതിയിൽ. ലൂത്ത് നബി അലൈഹിസ്സലാം വന്നത് തന്നെ ഇത്തരത്തിലുള്ള പ്രവൃത്തിയെ വിരോധിച്ചുകൊണ്ടാണ്. പെണ്ണുങ്ങളെ കൂടാതെ അർ-റിജാലു, പുരുഷന്മാരെ തൻ്റെ ശഹവത്ത് തീർക്കാൻ വേണ്ടി നബി അലൈഹിസ്സലാമിനടിയിൽ വീട്ടിലേക്ക് നല്ല സുന്ദരന്മാരായ 3 യുവാക്കൾ വന്നു. നബിയുടെ ഭാര്യ പറഞ്ഞു, എൻ്റെ വീട്ടിൽ നല്ല സുന്ദരന്മാർ വന്നിരിക്കുന്നു. അവർക്ക് പെണ്ണുങ്ങൾ ആവശ്യമില്ല, ശഹവത്ത് തീർക്കാൻ വേണ്ടി, അവരുടെ വികാരം തീർക്കാൻ വേണ്ടി, അവരുടെ ശാരീരിക ആവശ്യം തീർക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ചത് ആണുങ്ങളെ ആയിരുന്നു. അവർ വന്നപ്പോൾ, ഈ വിവരം അറിഞ്ഞപ്പോൾ, ലൂത്ത് നബിയുടെ ഭാര്യ പോയി പറഞ്ഞപ്പോൾ ആളുകൾ വന്നു അവരുമായി തൻ്റെ ആഗ്രഹങ്ങൾ തീർക്കാൻ വേണ്ടി. അപ്പോൾ ലൂത്ത് നബിക്ക് വശമായി. ലൂത്ത് നബി പറഞ്ഞു, ഇതാ ഇവരിങ്ങനെ ദ്രോഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ മലക്കുകളാണ്, പേടിക്കേണ്ട. പിന്നെ അവർക്ക് കൊടുത്ത ശിക്ഷകളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇന്നെൻ്റെ പ്രിയപ്പെട്ടവർ, ഈ ഒരു അവസ്ഥ നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ കൂടുതലായി കൊണ്ടുവരികയാണ്. ആണ് ആണിനെ, നമ്മുടെ ചാനലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാവുന്നത് എത്രയാളാണ് പെണ്ണ് പെണ്ണിനെയും ആണ് ആണിനെ വിവാഹം കഴിക്കുന്നത്. കൂടുതൽ മുസ്ലിമുകളിലാണ്. ഇത് ഹലാലാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ, ഇങ്ങനെ ഈ രീതിയൊന്നും ഹലാലായി കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നു, ഫഅലൈഹിം അദ്ദിമാർ, അവരുടെ മേലെ നാശം, എൻ്റെ ഉമ്മത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമെന്നാണ്. ഇത്ര വിവാഹം ചെയ്യുമെന്ന് മാത്രമല്ല, ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് വലിയ ഒരു അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയിൽ ഇത് 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 ഹലാലാണ് എന്ന് അതിൻ്റെ കമൻറ്റിലൂടെ നോക്കിയാൽ നമുക്കറിയാം. ഒരുപാട് ആളുകൾ മാഷാ അല്ലാ, തബാറക്കല്ലാ, അങ്ങനെ ഇങ്ങനെ പലരും. അതോടൊപ്പം വലിയ സങ്കടമെന്ന് പറയുന്നത്, നാളെ പരലോകത്ത് വളരെ മോശപ്പെട്ട ഒരു വിഭാഗത്തെക്കുറിച്ച് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ വിഭാഗം ആരെന്ന് പറഞ്ഞാൽ, തൻ്റെ ഭാര്യയുടെ സൗന്ദര്യം അന്യപുരുഷന്മാരെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നവർ. ഇത് നോക്കൂ, കുടുംബത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും
അതിനെ കാണുന്നതും മുസ്ലിമീങ്ങളാണ് കൂടുതൽ. കണ്ടവരെ പ്രോത്സാഹിപ്പിക്കുന്നതും തൻ്റെ ഭാര്യ, തൻ്റെ മക്കള്, അല്ലേ, അന്യപുരുഷന്മാരുടെ മുമ്പിൽ ഒരു സ്ത്രീയുടെ ഹൗറത്ത് പരിശുദ്ധ ദീൻ പറയുന്നത് 4 വിധത്തിലാണ്. അതിൽ അന്യപുരുഷന്റെ മുമ്പിൽ ഔറത്ത് ജമിയു ബദനിഹി, അവളുടെ ശരീരം മൊത്തം ഔറത്താണ്. സൂറത്തു നൂറിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല സ്ത്രീകളുടെ ഔറത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആയത്തിറങ്ങിയപ്പോൾ സൗദ റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല എന്നാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ മരണപ്പെട്ടതിൻ്റെ ശേഷം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തോ ഒരു സ്വകാര്യം പറയുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ചിരിച്ചു, രണ്ടാമത് കരഞ്ഞു. എന്തിനാണ് ചിരിച്ചത്, എന്തിനാണ് കരഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞത്, ഞാൻ മരണപ്പെട്ടാൽ വഫാത്തായാൽ ആദ്യം വഫാത്താകുന്നത് ഫാത്തിമയാണ് എന്ന് പറഞ്ഞു. അതിൽ സന്തോഷിച്ചു. പിന്നെ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ മരണപ്പെട്ടെന്നുറപ്പായാൽ എൻ്റെ മയ്യത്ത് കൊണ്ടുപോകുന്നത് ഇവിടുത്തെ മദീനയുടെ പള്ളിയുടെ ആ മയ്യത്ത് കട്ടിലാണല്ലോ, അതിനെ ഓർത്തിട്ടാണ് ഞാൻ സങ്കടപ്പെടുന്നത്. ഇത് എപ്പോഴാണ് പറയുന്നത്? 100% ഈമാനുള്ള സ്വഹാബത്തിരിക്കുന്ന കാലഘട്ടത്തിലാണ് പറയുന്നത്. കാരണം എൻ്റെ ശരീരം ഞാൻ എത്രയാണ്, എൻ്റെ ശരീരത്തിൻ്റെ ആകൃതി കഫം പുടവയിൽ പൊതിഞ്ഞ് കൊണ്ടുപോകുമ്പോൾ അത് അന്യപുരുഷന്മാർ കാണുവല്ലോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ് എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ ആ മരണവേളയിൽ പോലും, മരിച്ചതിൻ്റെ ശേഷമുള്ള അവസ്ഥയിൽ പോലും മഹാനായ ഫാത്തിമ റളിയല്ലാഹു അൻഹ, മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ സഹോദരിമാരുടെ അവസ്ഥ, ദിവസങ്ങൾ പുതിയ പുതിയ ചാനലുകൾ ഇങ്ങനെ തുടങ്ങി വരികയാണ്. തൻ്റെ ഭാര്യയെ വീഡിയോയിൽ കൊണ്ടുവരാം. എത്ര ആളുകളാണ് ഈ ജീവിതത്തിൽ സന്തോഷമില്ല എന്ന് ഭാര്യമാരെ കൊണ്ടുവന്ന് സന്തോഷത്തിനിങ്ങനെ വീഡിയോയിലൂടെ വരുന്ന എത്രയോ സഹോദരിമാരൊക്കെ ഉണ്ട്. അവരൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കണോ, വലിയ സന്തോഷകരമായ ജീവിതമാണല്ലോ, ഇങ്ങനെയുള്ളൊരു ഭർത്താവ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അവരുടെ ജീവിതത്തിൻ്റെ സന്തോഷം എൻ്റെ പ്രിയപ്പെട്ടവരെ ആ വീഡിയോയുടെ മുമ്പിൽ വരുമ്പോൾ മാത്രമാണ്. നോക്കൂ, റിഫ മഹ്നു എന്ന ഒരു സംഭവം, അല്ലേ, ആ റിഫ മരണപ്പെട്ട ഒരു സംഭവം. റിഫ മരണപ്പെടുന്നതിൻ്റെ അല്പം മണിക്കൂറുകൾക്ക് മുമ്പാണ് റിഫ ഞങ്ങൾ ബുർജ് ഖലീഫയുടെ പിന്നിലാണ്, സന്തോഷത്തിലാണ് എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിയുമ്പോൾ റിഫ മരണപ്പെട്ടു എന്നുള്ള വാർത്തയും കേൾക്കുന്നു. ആ വീഡിയോ കണ്ടപ്പോൾ സന്തോഷത്തിൽ ചിരിച്ചുകൊണ്ട് പറയുന്ന റിഫ മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ്. നോക്കൂ, നമ്മുടെ മുമ്പിൽ അവർ കാണുമ്പോൾ വലിയ സന്തോഷത്തിലാണ്. അവിടെ യഥാർത്ഥ ജീവിതം അത്ര സന്തോഷമല്ല. ഈ ഹറാമിലൂടെ തുടങ്ങുന്ന ജീവിതത്തിൽ മനസ്സിന് സമാധാന സന്തോഷം ഉണ്ടാവുകയില്ല. അള്ളാഹുവിനെ പേടിച്ച് നല്ല നിലക്ക് അള്ളാഹു പറഞ്ഞതുപോലെ ദാമ്പത്യ ജീവിതം നടത്തുന്നവരുണ്ടല്ലോ, അവരുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു ചൊല്ലണം. അവിടെ മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം, അവിടെ ജീവിതത്തിലുള്ള റാഹത്ത്, അത് വേറെയാണ്. അത് അള്ളാഹു കൊടുക്കുന്ന വലിയ ഒരു റാഹത്താണ്. അതല്ലാതെ ഇത്തരത്തിലുള്ള രംഗപ്രവേശനം നടത്തുന്ന സഹോദരിമാർ, കുടുംബം, ഫാമിലി ചാനലിംഗ് ഇപ്പോൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വിവാഹം കഴിക്കുമ്പോൾ തന്നെ പെണ്ണിനെ നോക്കുന്നത് നല്ല ഭംഗിയുള്ള, ഇത്തരത്തിലുള്ള കഴിവുള്ള പെണ്ണ് എവിടെയെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ചു കൊണ്ടുപോകുന്നവരാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മരണം എവിടെ എപ്പോൾ എങ്ങനെ മരിക്കുമെന്ന് ഒരാൾക്കും അറിയില്ല. ഇന്ന് പോകണം റിഫ മഹ്നുവിൻ്റെ ഖബറിൻ്റെ അരികിൽ. ആരുണ്ടവിടെ, അല്ലേ? അവൾ വീട് ചെയ്യുന്ന സമയത്തൊക്കെ അവളെ ലൈക്കടിക്കാനും മാഷാ അല്ലാഹ് പറയാനും അവളെ നന്നായി പുകഴ്ത്തി പറയുന്ന ആളുകൾ ഇന്നൊന്നുമില്ല. ഖബറിൽ ഒറ്റക്കാണ്. അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഒറ്റപ്പെടും. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ മുഖത്ത് മണ്ണ് വലിച്ചെറിഞ്ഞു പോയാൽ പിന്നെ തിരിച്ചു വരികയില്ല. ശാശ്വതമായ ജീവിതം, ഈ പറയുന്ന മരണാനന്തര ജീവിതം എന്ന് പറയുമ്പോൾ അത് എപ്പെങ്കിലും സംഭവിക്കുന്നതല്ലല്ലോ. രാത്രി ഉറങ്ങിയവൻ പകൽ മയ്യത്താണ്, നടക്കുന്നവൻ ഇരിക്കുന്നവൻ മയ്യത്താണ്. യാ അല്ലാഹ്, ഓരോ ദിവസങ്ങളെ വാർത്തകൾ കേൾക്കുന്നത് വളരെ ദുഃഖകരമാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മുടെ മുസ്ലിം സമൂഹത്തിന്, സമുദായത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ 5 കാര്യം ഹലാലായ ഒരവസ്ഥയിലും കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല കാത്ത് രക്ഷിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം അള്ളാഹുവിന് വേണ്ടി ജീവിച്ചാൽ തീർച്ചയായും നാളെ പരലോകത്ത് നാം മരണപ്പെട്ട ഉടനെ നാം ഒറ്റപ്പെട്ടാൽ നാളെ ഖബറിൽ കൊണ്ടുപോയി എൻ്റെ പ്രിയപ്പെട്ടവരെ വെക്കപ്പെടുമ്പോൾ
തീർച്ചയായും നമുക്ക് രക്ഷപ്പെടാൻ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ജീവിച്ച ആ ജീവിതമല്ലാത്ത മറ്റുള്ളതെല്ലാം നമുക്ക് വലിയ അപകടമായിരിക്കും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. മരണവേളയിൽ നല്ലൊരു മരണം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.